പുൽപ്പള്ളിയിൽ വീണ്ടും കടുവയുടെ ആക്രമണം. ദേവർഗദാസ്ക്ക് സമീപം കേശവൻ എന്നയാളുടെ ആടിനെ കൊന്നു. തെർമൽ ഡ്രോണിലും കടുവയുടെ ദൃശ്യങ്ങൾ പതിഞ്ഞു. കൊന്ന ആടിനെ തന്നെ ഇരയാക്കി പുതിയ കൂടും സ്ഥാപിച്ചു. ഡോക്ടർ അരുൺ സക്കറിയയുടെ നേതൃത്വത്തിലുള്ള സംഘം തിരച്ചിൽ തുടരുകയാണ്. കടുവയെ കണ്ടാൽ ഉടൻ മയക്കുവെടിവെക്കും. രാത്രി 12:30 കടുവയുടെ ആക്രമണമുണ്ടായത്. അമരക്കുനി തൂപ്ര നെടുങ്കാലയിൽ കേശവന്റെ 4 വയസ്സ് പ്രായമുള്ള ആടിനെയാണ് കടുവ കൊന്നത്. വീട്ടുകാർ ശബ്ദം കേട്ട് പുറത്തിറങ്ങിയപ്പോൾ ആടിനെയും കൊണ്ട് സമീപത്തെ കാപ്പിത്തോട്ടത്തിലേക്ക് കടുവയോടി. അപ്പം ഞങ്ങൾ രണ്ടും വാതിലൊന്നും പറയുമ്പോൾ കടുവ അതിൽ നിന്ന് പിടിച്ചതില്ല കൊണ്ടുപോകുക. എന്നാലും ചേട്ടൻ എൻ്റെ ആടേന്ന് പറഞ്ഞ് കാറിക്കൊണ്ട് പോവുക. അപ്പൊ ഞാൻ ചെന്ന് എന്റെ കയ്യെ പിടിച്ച് പൊറ്റുകൊണ്ട് വന്നു. ഇവിടെ വന്നിട്ടില്ല. അവനക്കുനി ഭാഗത്ത് വന്നിട്ടുണ്ട്. തുടർന്ന് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ സ്ഥലത്തെത്തി പരിശോധന നടത്തി. ആടിന്റെ ജഡം സമീപത്തു നിന്ന് കണ്ടെത്തി. ഈ ഭാഗത്ത് പുതിയ കൂടും സ്ഥാപിച്ചു. കടുവ ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ടെന്നും കൂട്ടിൽ കുടുങ്ങുമെന്നാണ് പ്രതീക്ഷയെന്നും സൗത്ത് വയനാട് DFO അജിത് കെ രാമൻ പറഞ്ഞു. കൂടിന് അടുത്ത് വന്നപ്പോൾ ടെക്നിക്കലായിട്ടുള്ള കാരണങ്ങൾ കൊണ്ട് കൂട് വീഴുകയാണ് ഉണ്ടായത്. ആനിമൽ വീക്ക് ആയതുകൊണ്ട് തന്നെയാണ് നമ്മൾ കേജിംഗ് എന്നുള്ള ഓപ്ഷനിലേക്ക് നമ്മൾ ഫസ്റ്റ് നീങ്ങുന്നത്. ഡോക്ടർ അരുൺ സക്കറിയയുടെ നേതൃത്വത്തിലുള്ള സംഘം പ്രദേശത്ത് പരിശോധന തുടരുന്നുണ്ട്. കടുവാഭീതിയെ തുടർന്ന് സമീപത്തെ 4 സ്കൂളുകൾക്ക് ഇന്ന് പ്രാദേശിക അവധി പ്രഖ്യാപിച്ചു. കടുത്ത ജാഗ്രതാ നിർദ്ദേശമാണ് പുൽപ്പള്ളിയിൽ നൽകിയിട്ടുള്ളത്. മീഡിയ 1 വയനാട്.